പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ സാങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മഹാരാഷ്ട്രയിൽ സാങ്കോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഒരു അനാറും തോട്ടമാണ്. അതായത് നമ്മുടെ മാതളത്തിൻ്റെ തോട്ടത്തിലാണ്. ഇതിൻ്റെ മാതളത്തിൻ്റെ ഒരു ചുവടാണ് ഈ കാണുന്നത്. ഈ ഒരു ചുവട് ഇത്രയും വലിപ്പമേ ഉള്ളൂ, കണ്ടില്ലേ? ഇത് നേരെ ഇത്രയും ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ കായ് ഇതിന്മേലുണ്ടായി കിടക്കുന്ന അനാറ് പഴുത്ത് കിടക്കുന്ന ഇതാണ് ഈ കാണുന്നത്. ഒരു ഇതിന്മേലെ ഏകദേശം ഒരു 50-60 പരം കായ്കൾ ഏകദേശം ഇതിൻ്റെ അകത്തുണ്ട്, കണ്ടില്ലേ? ഇതിൻ്റെ ചുറ്റും, ഈ മരത്തിൻ്റെ ചുറ്റും നടന്നിട്ടുള്ളൊരു ഫോട്ടോസാണ് ഈ കാണുന്നത്. ഇവിടുത്തെ കർഷകർ രാപ്പകലില്ലാതെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുന്നത്. ഇവിടുത്തെ ഈ കർഷകർക്ക് ഇതിൻ്റെ നിസ്സാരമായ ഉൽപ്പാദന കൂലി മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. ഇത് കണ്ടില്ലേ? ഇത് തോട്ടത്തിൻ്റെ ഏകദേശമുള്ളൊരു ഭാഗം ഇങ്ങനെ ഒരേ ലെയറിൽ കാണുന്നത്. ഇത് കണ്ടില്ലേ? ഇതൊക്കെ വളരെ കൺകുളിർമയാകുന്ന, മനസ്സിന് സമാധാനവും നമ്മുടെ മെമ്മറിക്കൊക്കെ വളരെ ശാന്ത സ്വഭാവവും നൽകുന്ന രീതിയിൽ ഉള്ള കാഴ്ചകളാണ്. ഈ കാഴ്ചകളൊക്കെ നേരിൽ വന്ന് കാണാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വന്ന് കാണുമെന്ന് മനസ്സിൽ വിചാരിച്ചതല്ല. ദൈവത്തിൻ്റെ അപാരമായ ഒരു കഴിവുകൊണ്ട് എന്നെയൊക്കെ ഇതുപോലെ തോട്ടത്തിൽ കൊണ്ടുവന്ന് ഇതിങ്ങനെ നേരിട്ട് കാണാനും ഇതിൻ്റെ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ നമുക്ക് ഒരു അനുഭവങ്ങളുണ്ടായതാണ്. അതിൽ ഒരു കൊലയിൽ കിടക്കുന്ന ഒരു സീനാണ് കാണുന്നത്. നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് പൊളിച്ച് അപ്പം തന്നെ കഴിക്കുകയും ആയി വരുന്നൊരു ഇതാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? ഇത് പച്ച താഴത്ത് മുട്ടിക്കിടക്കുന്ന മണ്ണിൽ മുട്ടിക്കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. മണ്ണിൽ കണ്ട കൊമ്പ് ചരിഞ്ഞ് മണ്ണിൽ മുട്ടിക്കിടക്കുന്ന ഓരോ ചുവടുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കൂട്ടുകാരോട് പങ്കുവെക്കുവാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ നടന്ന് ഇവിടെ വന്ന് ഇത് പറിക്കുന്നുണ്ട്. ഇത് പറിച്ച് പാക്ക് ചെയ്ത് പറിച്ച് ബോക്സിലിട്ടിരിക്കുന്നതാണ് കാണുന്നത്, കണ്ടില്ലേ?